അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികൾ, പരിശുദ്ധ ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് ആഗതമായി ഇന്ന് 1-ാം ദിനമാണ്. ഈ പരിശുദ്ധ ദിനമേറിയ ഒരുപാട് മഹത്വമുള്ള ഒരുപാട് പവറുള്ള ഈ 10 ദിനങ്ങൾ, ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങൾ വല്ലാത്ത മഹത്വമുള്ള ദിനങ്ങളാണ്. ഈ ദിനങ്ങൾ ആരും നഷ്ടപ്പെടുത്താതെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ, ഇബാദത്തുകളെ കൊണ്ട് നമ്മുടെ സമയത്തെ വിനിയോഗിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ട ഒരു ദിനമാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒരു ഹദീസിൽ കാണാം, ബുഖാരി ഇമാം ഉദ്ധരിക്കുന്ന ഹദീസാണ്: മാ മിൻ അയ്യാമിൻ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അല്ലാഹുവിന് അമല് ചെയ്യാൻ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ള ദിനങ്ങളാണ് ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങൾ. മറ്റു ദിനങ്ങളിൽ ഇബാദത്ത് എടുക്കുന്നതിനേക്കാൾ അല്ലാഹുവിന് ഏറെ ഇഷ്ടം ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങളിലാണ്. അല്ലാഹുവിന് ഏറെ ഇഷ്ടം ഇബാദത്ത് എടുക്കാൻ അവന് വേണ്ടി. അത്രയും മഹത്വമുള്ള ദിനങ്ങളാണ് ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങൾ. അതുകൊണ്ട് ഈ 10 ദിനങ്ങളിൽ ധാരാളമായി ഇബാദത്തുകൾ എടുക്കണം. ഏത് ദിക്റാണ് ഈ 10 ദിനങ്ങളിൽ ധാരാളമായി ചൊല്ലേണ്ടത്? മഹാനായ ഹബീബായ റസൂലുള്ളാഹി, മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ 10 ദിനങ്ങളിൽ നിങ്ങൾ ധാരാളമായി ചൊല്ലുക: സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ർ നിങ്ങൾ ധാരാളമായി പരിശുദ്ധ ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങളിൽ നിങ്ങൾ ചൊല്ലുക. അങ്ങനെ ചൊല്ലാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഒരുപാട് പാവങ്ങൾ പൊറുക്കലുണ്ട്, ഒരുപാട് ഉദ്ദേശങ്ങൾ പൂർത്തിയാവലുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടലുണ്ട്. ഈ ദിക്ർ ചൊല്ലലോടുകൂടെ സ്വർഗത്തിൽ ഓരോ ദിക്റുകൾക്ക് പകരം റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഒരുപാട് മരങ്ങൾ, സ്വർഗത്തിൽ മരങ്ങൾ അല്ലാഹു തആല നിർമ്മിക്കുകയാണ്, അല്ലാഹു തആല പടക്കുകയാണ്. ഈ ദിക്ർ, ഇതിലെ ഓരോ ദിക്റുകൾക്കും വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളാണുള്ളത്. ഇതിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് 20 ഹസനത്ത് അല്ലാഹു തആല രേഖപ്പെടുത്തുന്നു, 20 പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു. അതേപോലെ തന്നെ മറ്റു ദിക്റുകൾ, അതിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് 30 ഹസനത്ത് അല്ലാഹു തആല രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ 30 പാപങ്ങൾ അല്ലാഹു തആല കരിച്ചു കളയുന്നു. വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഇത് ഈ 2 ഇസ്മുകൾ ചൊല്ലുമ്പോഴും 20 ഹസനത്തുകൾ അല്ലാഹു തആല രേഖപ്പെടുത്തുകയും 20 അദ്ദേഹത്തിന്റെ പാവങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. അത്രയും മഹത്വമുള്ള, ഒരുപാട് മഹത്വമുള്ള ഒരു ദിക്റാണ് ഈ ദിക്ർ എന്നുള്ളത്. ധാരാളമായി ചൊല്ലേണ്ട ദിക്റുകളാണ്. എല്ലാവരും ഈ 10 ദിനങ്ങളിൽ എത്ര നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നുവോ അത്രയും വർദ്ധിപ്പിക്കുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ധാരാളമായി ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.